എല്ലാവർക്കും ബേക്ക് വിത്ത് കോക്കോടോട്ടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇടുന്ന എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെയാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഷൂട്ടിംഗ് രീതികൾ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലെ ഈ ഡൈനിങ് ടേബിളാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളാണ്. പക്ഷേ ഇതിൽ ഞാൻ ആദ്യത്തെ എൻ്റെ 2-3 വീഡിയോസ് ഞാൻ ഈ ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. പക്ഷെ അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ക്ലാരിറ്റി വരില്ല. ഇതിലൊരു ഡിസൈനുണ്ട്. ആ ഡിസൈൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫോക്കസ് നമ്മുടെ പാത്രത്തിൽ നിന്ന് ഈ ഡൈനിങ് ടേബിളിലേക്ക് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഇതെങ്ങനെ മാറ്റാം എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ചിന്തിച്ച് ഞങ്ങൾ അതിനുവേണ്ടി കുറേ സെർച്ചൊക്കെ ചെയ്ത് അവസാനം ബാക്ക് ഡ്രോപ്സ് എന്നൊരു ഐറ്റത്തിലേക്ക് എത്തിച്ചില്ല ചെയ്തത്. ആ ബാക്ക് ഡ്രോപ്സ് എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഈ ടേബിൾ ആ വിൻഡോയോട് ചേർത്താണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് എനിക്ക് ഈ ടേബിളിൽ വരും. അപ്പോൾ ആ സൺലൈറ്റിൽ നിന്നിട്ട് ഷൂട്ട് ചെയ്യുമ്പം നമ്മുടെ വീഡിയോസിന് നല്ലൊരു ഭംഗി കിട്ടും. ആ ലൈറ്റിങ്സും ഒക്കെ കറക്റ്റായിട്ട് വരും. പിന്നെ ഞാൻ അവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ വീഡിയോ ചെയ്യുമ്പം സൈഡിൽ ഒരു ഷെയ്ഡ് പോലെ വെക്കാനായിട്ടാണ് ഈ പ്ലാന്റ്സ് ഒക്കെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മാറി മാറി ഓരോ വീഡിയോസിനും അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ഒരു ബാക്ക് ഡ്രോപ്പ്. ഇതൊരു ഡാർക്ക് ബ്രൗൺ വുഡൻ ഷെയ്ഡാണ് വരുന്നത്. നമ്മളിതിൽ പാത്രങ്ങൾ വെക്കുമ്പം ഫുഡ് ഐറ്റംസിന് നല്ലൊരു ക്ലാരിറ്റിയാണ് കിട്ടുക. ഞാൻ അധികവും ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് യൂസ് ചെയ്യുക കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ അധികവും ബേക്കിംഗ് വീഡിയോസ് ആയതുകൊണ്ട് നല്ലത് ഗ്ലാസിൻ്റെ പാത്രങ്ങളാണ്. അപ്പോൾ ഇതിൽ വെക്കുമ്പോൾ നല്ലൊരു കോൺട്രാസ്റ്റ് കളറാണ് കിട്ടുക. ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ 2-3 വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വൈറ്റ് കളറാണ്. ഈ വൈറ്റ് കളർ വെച്ചിട്ട് ഞാൻ പല ഫോട്ടോസ് എടുക്കുന്നത്. ഇതിങ്ങനെ ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫുഡ് വെച്ചിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് വൈറ്റായിട്ട് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 2x3 ഫീറ്റാണ്. ഇതുമാതിരി നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഈ വലിപ്പം ധാരാളമാണ്. ഇത് ഞാൻ വാങ്ങിയത് ബേക്കറി കാർട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ്. ഇതിൻ്റെ പല വലിപ്പത്തിലുള്ളത് അവൈലബിൾ ആണ് കേട്ടോ. അതനുസരിച്ച് അതിൻ്റെ റേറ്റും വ്യത്യാസമുണ്ട്. ഈ 2x3 ഫീറ്റിന് വില വരുന്നത് 950 റുപ്പീസാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. നമുക്കിതിവിടെ സെല്ലോ ടേപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് ഒട്ടിച്ച് വെച്ചാൽ ഇതിവിടെ ഇങ്ങനെ മൂവ് ആകാണ്ട് ഇരുന്നോളും. നല്ലൊരു ഭംഗിയാണ് നമ്മുടെ വീഡിയോയ്ക്ക്. അടുത്തത് ഞാനൊരു ലൈറ്റർ ഷെയ്ഡാണ് വാങ്ങിയത്. അപ്പോൾ ഇതൊരു ഡാർക്ക് ബ്രൗൺ അല്ലേ, അതുകൊണ്ട് ഞാനൊരു ലൈറ്റർ ഷെയ്ഡിന് വേണ്ടിയിട്ട് അതേ സൈറ്റിൽ നിന്ന് തന്നെ ബേക്കറി കാർട്ടിൽ നിന്ന് തന്നെ വേറൊരു ലൈറ്റ് വുഡൻ സ്ട്രക്ചർ ഒരു ഷെയ്ഡ്സ് ഒക്കെ വരുന്ന ഒരു ബാക്ക് ഡ്രോപ്പ് വാങ്ങി. ഇതിൻ്റെയും ബാക്ക് സൈഡ് വൈറ്റ് ആണ്. ഇതിനും സെയിം പ്രൈസാണ് 950 റുപ്പീസ്. ഇത് അവരുടെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ വരുന്നത്. ബ്ലൂ ഡാർട്ടാണ് ഡെലിവറി ചെയ്യുന്നത്. ഇപ്പം പാക്കിങ്ങിനും അതൊക്കെ അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും സ്റ്റാൻഡേർഡൊക്കെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ഡ്യൂറബിളാണ് ഈ സാധനം. നമുക്ക് ക്ലീൻ ചെയ്യാനും എല്ലാം വളരെ എളുപ്പമാണ്. ഇതാണ് ഞാൻ അടുത്ത ആമസോണിൽ നിന്ന് വാങ്ങിച്ച 2 ബാക്ക് ഡ്രോപ്സ്. ഇത് രണ്ടും കൂടെ ഒരു കോംബോ ആണ് കേട്ടോ. ഇത് രണ്ടിനും കൂടെ 999 ആണ് പ്രൈസ് ആയത്. ഇതും ഏതാണ്ട് അതേ സെയിം സൈസ് തന്നെയാണ് വരുന്നത്. ഇത് മതി നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഫസ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതൊരു ബ്ലാക്ക് മാർബിൾ ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് കളർ ഫുഡ്സൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് കളർ ഭയങ്കര ഭംഗിയാണ്. ഞാൻ ചെയ്ത 2-3 വീഡിയോസിൻ്റെ ഫോട്ടോസ് ഞാൻ ഈ സൈഡിൽ ഷെയർ ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഗ്രേ കളറാണ് വരുന്നത്. ഇതും നമുക്ക് ഡാർക്കർ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. ഈ ഒരു ഷെയ്ഡ്. ഇതിൻ്റെ അടുത്ത് വരുന്നത് ഒരു വൈറ്റ് മാർബിൾ പാച്ചൊക്കെ ഉള്ള ഒരു ഷീറ്റാണ്. ഇതിലും നമുക്ക് ഡാർക്ക് കളർ ഫുഡ്സിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ബാക്ക് സൈഡും ഏതാണ്ട് സിമിലറാണ്, എന്നാലും കുറച്ച് ലൈറ്റർ ഷെയ്ഡ്സാണ് വരുന്നത്. ഇതിലും ഞാൻ 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇതിലൊരു ബാക്ക്ഗ്രൗണ്ടിലൊരു ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ വന്നാലും ഭയങ്കര ഭംഗിയാണ് ഇവിടെ. അങ്ങനെ ഇതാണ് ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ച
4 ഷീറ്റ്. ഈ 4 ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ അധികവും എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു സെലോ ടേപ്പ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഫിക്സ് ചെയ്ത് വെച്ചാൽ അത് അങ്ങനെ ഇരുന്നോളൂ, ഷേക്കൊന്നും ആവില്ല. എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയ ഫ്ലോറൽ മഫിൻസിൻ്റെ തംബ്നെയിൽ ഞാൻ ഈ ഷീറ്റ് വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്തിട്ടാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. അതെനിക്ക് ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞു വളരെ നല്ല ഭംഗിയായിട്ടുണ്ട് ഫോട്ടോ എടുത്തിരിക്കുന്നത് കാണാനായിട്ടെന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് അതൊന്നും എല്ലാവരും നോക്കിയപ്പം അറിയാം ഈ പല ഷീറ്റ്സും ഇതിൻ്റെ ഡിഫറൻസ് എൻ്റെ വീഡിയോസിനകത്ത് നോക്കുമ്പം നിങ്ങൾക്കറിയാൻ പറ്റും. നമുക്കിപ്പം ഒരു ടേബിൾ മാത്രം വെച്ച് ഷൂട്ട് ചെയ്യുമ്പം എന്നും ഒരേ ടേബിളാകുമ്പോൾ നമുക്കൊരു വീഡിയോയ്ക്കൊരു വ്യത്യസ്തതയില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ഷീറ്റ്സൊക്കെ വാങ്ങിച്ച് വെച്ചാൽ നമുക്കൊരു മാറി മാറി ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന എൻ്റെ ട്രൈപോഡ്. ഇത് സിംപക്സിൻ്റെ 540 TM എന്ന മോഡലാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൂടുതലും അതിനകത്തുണ്ട്. ഈ ട്രൈപോഡ് ഞാൻ ചൂസ് ചെയ്തതിന് 2-3 റീസൺസ് ഉണ്ട്. ഫസ്റ്റ് ഇതിൻ്റെത് ഹൈറ്റാണ്. ഇത് ഫുൾ ലെഗ് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ ഏതാണ്ട് 8 to 9 ഫീറ്റോളം ഹൈറ്റ് വരും. അപ്പോൾ നമുക്ക് ടോപ്പ് ഡൗൺ ആയിട്ട് ഏതെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ് ഹൈറ്റാണ് അത്. സെക്കൻഡും ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ കോളത്തിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പോർഷൻ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അടുത്തത് ഇതിൻ്റെ ടെലിസ്കോപ്പിക് മൂവ്മെൻ്റ് ആണ്. ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒസാക്കയുടെ ബൈ കളർ ഡിമ്മബിൾ LED വീഡിയോ ലൈറ്റാണ് വാങ്ങിയിരിക്കുന്നത്. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡും ഞാൻ അതിൻ്റെ കൂടെ വാങ്ങിയിരുന്നു. അത് ഷൂട്ട് വില്ല എന്ന ബ്രാൻഡിൻ്റെയാണ്. ഇത് രണ്ടും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. വൈറ്റ് ലൈറ്റും വാം ലൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ 2 നോബ്സ് ഉണ്ട്. ഷൂട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫുഡ് ഐറ്റംസിൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് ക്ലോത്ത് ഡിഫ്യൂസറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കർട്ടൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ലൈറ്റ് കുറച്ച് ക്ലോസ് ആക്കി വെക്കാനും പറ്റുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പരിമിതമായ സൗകര്യത്തിനുള്ളിൽ നിന്നിട്ട് എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് എനബിൾ ദ ബെൽ ഐക്കൺ. ഞാൻ ഇനിയും പുതിയ ട്യൂട്ടോറിയൽസും ടിപ്സും ബേക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.